ഗായ്സ് വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിമാണ് ഐസ്. ഇതിൽ കുറേ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട് തോന്നുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഹൺസ് ദ മാൻഷൻ. ഓക്കെ, നമ്മൾ നോർമലിൽ ഇട്ടിട്ട് കളിക്കാം. ഓക്കെ, ഇതിലെന്തൊക്കെയോ എഴുതി വരുന്നുണ്ട്. വാസ് എ വെരി റിച്ച് മാൻ ആൻഡ് ദിസ് മാൻസ് എ ഫാറ്റ് പേച്ചക്ക് ഫോർ മീ. വായിക്കാൻ പറഞ്ഞു. നമ്മൾ 20 മണി ബാഗ് കണ്ടുപിടിക്കും. പിന്നെ ഈ ഐസിൻ്റെ ഇതൊക്കെ പ്രേതം വരുന്നുണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ ഉപകാരമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിക്ക് പോവാം. കൺട്രോൾ ഇതെങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ചാപ്റ്റർ 1 ആണ്. നമുക്കിപ്പോൾ ഒരു മണി ബാഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെയൊക്കെ തുറക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും തുറക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് എന്തോ കിട്ടി. ബുക്ക് മെനി ടൈറ്റിൽസ്. വാട്ട് വാസ് ദിസ് മാൻ ഡൂയിങ് ഹിയർ ബുക്സ്. നിങ്ങൾ വായിച്ചു നോക്കുക പോസ് ചെയ്തിട്ട് എന്നൊക്കെ. ഓക്കെ, നമുക്ക് നേരെ വെളിയിലേക്ക് പോവാം. ഇതവിടെ ഒരു ഐസ് ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അവിടെ എന്തോ ചെക്ക് ഹാൻഡ് മാം. ഓക്കെ, ഇവിടെ ഒരു ഐസ് ഉണ്ട്. അവിടെ തുറക്കാനൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ഇത് കിട്ടിയിട്ടുണ്ട്. മണി ബാഗ്. വേറൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ എന്തോ കാട്ടിയത് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെയാണോ ആയിരിക്കില്ല. ഓക്കെ ഗായ്സ്, ഇവിടെ എന്തൊക്കെയുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു ഐസ് കിട്ടി. 3 ഐസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരു നമ്പർ, എന്തോ ഒരു നമ്പറിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇതെന്തോ ഇത്. വെയിറ്റ് ഗൈസ്, ഇത് പിയാനോൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പിയാനോൻ്റെ ഒക്കെ എന്തൊക്കെയോ. ഓക്കെ, 7 രൂപ. അവിടെ എന്തോ കയറ് കെട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ ഗൈസ്, കുലുങ്ങുന്നില്ല. അയ്യോ, ഇത് എന്തൊക്കെയോ സംഭവിക്കുന്നു. നമുക്ക് ഐസ് എടുത്തു. പ്രേതോടത്തേക്ക് എൻ്റെ വെളിയിൽ തിരിച്ചു പോയി തോന്നുന്നു. കുലുങ്ങലൊക്കെ നിന്നു. നമുക്ക് വെളിക്ക് പോവാ. അത് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. നമുക്കപ്പോൾ വെളിയിൽ പോവാം. ഇതെന്തായാലും ഒരു 4-5 പാർട്ട് ഉണ്ടാകും ചാപ്റ്റർ 1 തന്നെ. എനിക്ക് കളിക്കാനറിയില്ല. ഈ ഗെയിം മനസ്സിലായിട്ടുമില്ല. ഈ ഗെയിം കളിക്കാനറിയില്ല. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക എന്തൊക്കെയാണ്. ഞാൻ വായിക്കുന്നില്ല. ഇത് ഡീപ്പറേക്ക് പോകുന്നതോടെ ഹാർഡർ ആയിട്ട് തോന്നുന്നതാണ് പറയുന്നത്. ഇതെന്ത് കിച്ചൻ്റെ ആണ് തോന്നുന്നു. കിച്ചണിലേക്ക് പോകാൻ കുറച്ച്. ഇതെവിടെ നിന്ന് പിന്നെ ഒരു ഐസ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്.
ഇതിലൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇതെൻ്റെ അഡ്രസ്സാണല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, I cannot live yet, I need to find. നമുക്കെന്തോ ഒരു ബാഗ് വേണമെന്നുണ്ട്, എന്തൊക്കെയോ പറയണം. ഓക്കെ, റൺ. ഓ ഗൈസ് ഓട. ജസ്റ്റ് മിസ്, തിരിച്ചു പോയി. ഇതെന്തത് എനിക്കൊന്നും മനസ്സിലാവണമില്ല. ഓക്കെ, പോയിട്ടുണ്ട്. ഒരു വിശ്വാസ് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. താഴത്തേക്ക് പോയിട്ട് തോന്നുന്നു, മേലൊക്കെയാണ്. ഇവിടെ എന്തോ ബാഗ് വേണമെന്നാണ് പറയുന്നത്. ഫൈൻഡ് മോർ ബാഗ്സ്. ഓ, നമുക്ക് 20 മണി ബാഗ്സ് വേണമെന്നാണ് പറയുന്നത്. ഇവിടെ ഇതൊക്കെ തുറക്കാൻ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ 7 മണി ബാഗായി. 20 എണ്ണം വേണം തോന്നുന്നു. ഇവിടെ വേറെ ഒന്നുമില്ല. വെറുതെ പെട്ടിയും കുട്ടിയും കഴിച്ചു. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. someone probably had trouble with. ഇവിടെ ആരോ ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കി വെച്ചിട്ട് പോയതാണെന്നാണ് അതിൽ പറയുന്നത്. ഓട താഴത്തേക്ക് ഓട്. ഇതൊന്നും തലയില്ലാത്ത എന്തോ ഒരു ജീവി. ഇത് ചാപ്റ്റർ 1 ആണ്. ഇത് നല്ല നമ്മളെ പ്രേതം പിടിക്കുന്നതിൻ്റെ ഉള്ളിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, ഇതെന്താ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പ്രേതം. നമുക്ക് പിന്നെ ഓക്കെ 1 മണി ബാഗ് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. എടുക്ക്. ഇവിടെ ഒന്നും കാണാനില്ല. ഇതിൽ കീയൊക്കെ വേണം. മണി ബാഗാണ് മെയിന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് ഷെയർ. നമുക്കൊരു 8-9 മണി ബാഗായിട്ട്. ഇതെനിക്കിന്ന് ജയിക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. കുറച്ച് ഹാർഡാണ്. കളിയൊന്നും മനസ്സിലായിട്ടില്ല ഇതിൽ. someone notes that this man is dead. ഒരാൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഫാമിലി ആയിട്ട്. സോളോ ദാറ്റ് അത് നിങ്ങളെ പോസ് ചെയ്തിട്ട് വായിച്ചോളൂ. നിങ്ങൾക്കിതൊന്ന് എന്തെങ്കിലുമൊക്കെ ഗെയിമിനെ കുറിച്ച് അറിയണമെങ്കിൽ കമൻ്റൊക്കെ ഒന്ന് ചെയ്യും. അതേമാതിരി ഞാൻ കളിക്കുന്നതായിരിക്കും. പ്രേതം ഇതിപ്പോൾ നമ്മുടെ വെളിയിലുണ്ട്. പാർട്ട് 1 ഇത് എങ്ങനെയാണ് ഈ ഗെയിമൊക്കെ ഒന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പാർട്ടിൽ എന്തായാലും ഈ ചാപ്റ്റർ 1 നമ്മൾ കംപ്ലീറ്റ് അയക്കുന്നതായിരിക്കും. ഒരു 11 മണി ബാഗായിട്ടുണ്ട്. ഇപ്പോൾ പ്രേതോടെയാണ് നോക്കട്ടെ. ഓക്കെ, അത് വേറെ ഒന്നുമില്ല ഗൈസ്. വെറും ഒരു റാറ്റ്. why didn't you come? എനിക്ക് നിന്നെ വേണം. നീ എന്തിനാ വന്നേന്ന് അറിയണം. ഇവിടെ കുറേ റാറ്റ്സ് ഉണ്ട് തോന്നുന്നു. ഓക്കെ, ഇതൊന്നും ജയിക്കാൻ പറ്റും തോന്നുന്നില്ല. അടുത്തൊരു പാർട്ട് എന്തായാലും അതിൽ നമ്മൾ എന്തായാലും ജയിക്കണമായിരിക്കും. അപ്പോൾ ബൈ.